കോടീശ്വരന്മാരായിട്ടുള്ള മലയാള നടന്മാർ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കോടീശ്വരന്മാരായിട്ടുള്ള മലയാള നടന്മാരുടെ ആസ്തി, ഒരു സിനിമയ്ക്ക് നടന്മാർ വാങ്ങുന്ന പ്രതിഫലം, കോടീശ്വരന്മാരായിട്ടുള്ള മലയാള നടന്മാരുടെ ആഡംബര കാറുകൾ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കോടീശ്വരന്മാരായിട്ടുള്ള മലയാള നടന്മാരുടെ ലിസ്റ്റിൽ 12ാമതായി വരുന്നത്, അതായത് അവസാനമായി വരുന്നത് ജയസൂര്യയാണ്. മലയാളത്തിലെ പ്രമുഖ നടൻ ജയസൂര്യയുടെ ആസ്തി നോക്കുമ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 50 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഊമപ്പെണ്ണിന് ഉരയാടപ്പയ്യൻ എന്ന 2002 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് ജയസൂര്യ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് ജയസൂര്യയുടെ കൈവശമുള്ള കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. റേഞ്ച് റോവർ സ്പോർട്ട്, ലെക്സസ്, ഓഡി A4 തുടങ്ങിയ 7ഓളം വരുന്ന കാറുകൾ ജയസൂര്യയുടെ കൈവശമുണ്ട്. 90 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ജയസൂര്യ ഒരു സിനിമക്കായി വാങ്ങുന്ന പ്രതിഫലം. കോടീശ്വരന്മാരായ മലയാള നടന്മാരുടെ ലിസ്റ്റിൽ 11ാമതായി വരുന്നത് ടോവിനോ തോമസ് ആണ്. മലയാളത്തിലെ ആക്ഷൻ ഹീറോ ടോവിനോ തോമസ് 2012 പുറത്തിറങ്ങിയ പ്രഭുവിൻ്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ടോവിനോ തോമസ് 1.5 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെയാണ് ഒരു സിനിമക്കായി വാങ്ങുന്ന പ്രതിഫലം. സിനിമയ്ക്ക് പുറമെ നോർത്ത് റിപ്പബ്ലിക്, മൈജി എന്ന പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ടോവിനോ തോമസ്. പുതിയ കണക്കുകൾ പ്രകാരം ടോവിനോ തോമസിന്റെ ആസ്തിയായി കണക്കാക്കുന്നത് ഏകദേശം 55 കോടി രൂപയ്ക്ക് മുകളിലാണ്. റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, BMW XM, BMW 7 സീരീസ് എന്നിങ്ങനെ 6ഓളം ആഡംബര കാറുകളാണ് ടോവിനോയുടെ കൈവശമുള്ളത്. കോടീശ്വരന്മാരായ നടന്മാരുടെ ലിസ്റ്റിൽ 10ാമതായി വരുന്നത് കുഞ്ചാക്കോ ബോബനാണ്. അനിയത്തി പ്രാവ് എന്ന ചിത്രത്തിലൂടെ 19ാമത്തെ വയസ്സിലാണ് കുഞ്ചാക്കോ ബോബൻ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 60 കോടി രൂപയാണ് കുഞ്ചാക്കോ ബോബന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. കുഞ്ചാക്കോ ബോബന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ ടയോട്ട വെൽഫെയർ, പോർഷെ, മിനി കൂപ്പർ എസ്, ലാൻഡ് റോവർ ഡിഫൻഡർ എന്നിങ്ങനെ 4 കാറുകളാണ് കുഞ്ചാക്കോ ബോബന്റെ കൈവശമുള്ളത്. 2.5 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമക്കായി വാങ്ങുന്ന പ്രതിഫലം. കോടീശ്വരന്മാരായ നടന്മാരുടെ ലിസ്റ്റിൽ 9ാമതായി വരുന്നത് ആസിഫ് അലിയാണ്. 2009 പുറത്തിറങ്ങിയ ഋതു എന്ന ചിത്രത്തിലൂടെയാണ് ആസിഫ് അലി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ആസിഫ് അലി 60ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ് ആസിഫ് അലി ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. മെഴ്സിഡസ് ബെൻസ് ജി വാഗൻ, ലംബോർഗിനി ഉറൂസ്, ലാൻഡ് റോവർ ഡിഫൻഡർ തുടങ്ങി 7ഓളം കാറുകൾ ആസിഫ് അലിയുടെ കൈവശമുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആസിഫ് അലിയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 75 കോടി രൂപയ്ക്ക് മുകളിലാണ്. കോടീശ്വരന്മാരായ മലയാള നടന്മാരുടെ ലിസ്റ്റിൽ 8ാമതായി വരുന്നത് ഫഹദ് ഫാസിലാണ്. 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് ഫാസിൽ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി 50ലധികം ചിത്രങ്ങളിലാണ് ഫഹദ് ഫാസിൽ അഭിനയിച്ചത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഫഹദിന്റെ ആസ്തി എന്ന് പറയുന്നത് 90 കോടി രൂപയ്ക്ക് മുകളിലാണ്. 8 കോടി രൂപയാണ് ഫഹദ് ഒരു സിനിമക്കായി വാങ്ങുന്ന പ്രതിഫലം. മെഴ്സിഡസ് ബെൻസ് ജി വാഗൻ, ഫെറാറി, ലംബോർഗിനി ഉറൂസ്, പോർഷെ 911 കരേര എസ് എന്നീ തുടങ്ങി 6ഓളം ആഡംബര കാറുകളാണ് ഫഹദിന്റെ കയ്യിലുള്ളത്. കോടീശ്വരന്മാരായ മലയാള നടന്മാരുടെ ലിസ്റ്റിൽ 7ാമതായി വരുന്നത് പൃഥ്വിരാജാണ്. മലയാള സിനിമയിലെ നടനും സംവിധായകനും നിർമ്മാതാവുമാണ് പൃഥ്വിരാജ്. നന്ദനം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 3 കോടി മുതൽ 4 കോടി രൂപ വരെയാണ് പൃഥ്വിരാജ് ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. സിനിമയ്ക്ക് പുറമെ 2 പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് പൃഥ്വിരാജ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പൃഥ്വിരാജിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 100 കോടി രൂപയ്ക്ക് മുകളിലാണ്. കോടീശ്വരന്മാരായ നടന്മാരുടെ ലിസ്റ്റിൽ 6ാമതുള്ളത് നിവിൻ പോളിയാണ്. 2010 അഭിനയം തുടങ്ങിയ നിവിൻ പോളി തൻ്റെതായ ഒരു സ്ഥാനം മലയാള സിനിമയിൽ കെട്ടിപ്പടുത്തിരുന്നു. 30ലേറെ ചിത്രങ്ങളിൽ നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട്. BMW 740, ടയോട്ട വെൽഫെയർ, മിനി കൂപ്പർ എസ്, ഓഡി 76 എന്നീ 4 കാറുകളാണ് നിവിൻ പോളിയുടെ കൈവശമുള്ളത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 180 കോടി രൂപയ്ക്ക് മുകളിലാണ് നിവിൻ പോളിയുടെ ആസ്തിയായി കണക്കാക്കുന്നത്. കോടീശ്വരന്മാരായ നടന്മാരുടെ ലിസ്റ്റിൽ 5ാമതായി വരുന്നത് സുരേഷ് ഗോപിയാണ്. 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപി 250ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ടൊയോട്ട വെൽഫെയർ, ടൊയോട്ട ഇന്നോവ, ഹൈക്രോസ്, ഓഡി Q7 എന്നീ 3 കാറുകളാണ് സുരേഷ് ഗോപിയുടെ കൈവശമുള്ളത്. 1 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് സുരേഷ് ഗോപി ഒരു സിനിമക്കായി വാങ്ങുന്ന പ്രതിഫലം. കോടീശ്വരന്മാരായ മലയാള നടന്മാരുടെ ലിസ്റ്റിൽ 4ാമതായി വരുന്നത് ദുൽഖർ സൽമാനാണ്. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ സൽമാൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 5 കോടി രൂപ മുതൽ 6 കോടി രൂപ വരെയാണ് ദുൽഖർ സൽമാൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം.
സിനിമയ്ക്ക് പുറമെ പ്രമുഖ 3 കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ദുൽഖർ സൽമാൻ. ഫെരാരി 296, മെഴ്സിഡസ് ബെൻസ് SLS AMG, പോർഷെ 911 തുടങ്ങിയ ഒരുപാട് കാറുകൾ ദുൽഖർ സൽമാന്റെ ഗാരേജിലുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 200 കോടി രൂപയ്ക്ക് മുകളിലാണ് ദുൽഖർ സൽമാന്റെ ആസ്തിയായി കണക്കാക്കുന്നത്. മലയാള സിനിമയിലെ കോടീശ്വരന്മാരായ നടന്മാരിൽ 3ാമതായി വരുന്നത് മമ്മൂട്ടിയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മലയാളത്തിലെ പ്രമുഖ നടൻ മമ്മൂട്ടിയുടെ ആസ്തി നോക്കുകയാണെങ്കിൽ 340 കോടി രൂപയ്ക്ക് മുകളിലാണ്. 10 കോടി രൂപ മുതൽ 16 കോടി രൂപ വരെയാണ് മമ്മൂട്ടി ഇന്നൊരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. സിനിമയ്ക്ക് പുറമെ മമ്മൂട്ടി ഇന്ന് ഒരു വലിയ ബിസിനസ്മാനും നിർമ്മാതാവും ഒക്കെയാണ്. മലയാള സിനിമയിൽ ഏറ്റവും അധികം ആഡംബര കാറുകളുള്ള നടൻ മമ്മൂട്ടിയാണ്. 350ഓളം കാറുകളാണ് മമ്മൂട്ടിയുടെ ഗാരേജിൽ ഇന്നുള്ളത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം കാറുകളുള്ള നടനാണ് മമ്മൂട്ടി. സിനിമയ്ക്ക് പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മമ്മൂട്ടി. വർഷം 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെയാണ് മമ്മൂട്ടി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. കോടീശ്വരന്മാരായ നടന്മാരുടെ ലിസ്റ്റിൽ 2ാമതായി വരുന്നത് മോഹൻലാലാണ്. 1950 പുറത്തിറങ്ങിയ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിന്റെ ആസ്തി നോക്കുകയാണെങ്കിൽ അത് 450 കോടി രൂപയ്ക്ക് മുകളിലാണ്. റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, ലംബോർഗിനി ഉറൂസ്, ടൊയോട്ട വെൽഫയർ, മെഴ്സിഡസ് ബെൻസ് GLS 350 എന്നീ തുടങ്ങി 7ഓളം കാറുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഏകദേശം 20 കോടി രൂപ മുതൽ 25 കോടി രൂപ വരെയാണ് മോഹൻലാൽ ഇന്നൊരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. സിനിമയ്ക്ക് പുറമെ പല പ്രമുഖ കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മോഹൻലാൽ. നിരവധി ബിസിനസ്സുകളും വലിയൊരു സിനിമാ നിർമ്മാണ കമ്പനിയും മോഹൻലാലിന് സ്വന്തമായുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൽ ആങ്കറായ മോഹൻലാൽ കോടികളാണ് ബിഗ് ബോസിൽ നിന്നും സ്വന്തമാക്കുന്നത്. മലയാള സിനിമയിലെ കോടീശ്വരന്മാരായ നടന്മാരുടെ ലിസ്റ്റിൽ 1ാമതായി വരുന്നത് നടൻ ദിലീപാണ്. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ദിലീപ് 1992 പുറത്തിറങ്ങിയ എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 3 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെയാണ് ദിലീപ് ഇന്നൊരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. പോർഷെ പനമേര, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, മിനി കൂപ്പർ S എന്നീ തുടങ്ങി 7ഓളം ആഡംബര കാറുകൾ ദിലീപിന്റെ കൈവശമുണ്ട്. ഇന്ന് ഒരു നടന് പുറമെ വലിയൊരു ബിസിനസ്മാനും വലിയൊരു നിർമ്മാതാവുമാണ് ദിലീപ്. ഒരു സമയത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിയിരുന്നത് നടൻ ദിലീപാണ്. ദിലീപിന്റെ സുവർണ കാലഘട്ടത്തിൽ മലയാള സിനിമ ഭരിച്ചിരുന്നത് നടൻ ദിലീപായിരുന്നു. മലയാളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളെ വെച്ച് 2020 എന്ന സിനിമ നിർമ്മിച്ചതും നടൻ ദിലീപാണ്. ഇന്ന് മലയാളത്തിലെ പല സീനിയർ താരങ്ങളുടെയും കുടുംബത്തെയും ദിലീപ് സഹായിക്കുന്നുണ്ട്.